നിങ്ങൾ ജസ്ലം മടശ്ശേരിയെ പോലത്തെ ആളുകൾ ജസ്ലം മടശ്ശേരി അങ്ങനെ അടക്കമുള്ള ഹക്കഥ വാക്കട എത്രയോ ഉദാഹരണം ജസ്ലം മടശ്ശേരി ഉദാഹരണം പറയാം. അവർ എത്തിസ്റ്റാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട എത്തിസ്റ്റുകളാണ്. ഇല്ല ഒരാളെ പേര് പറഞ്ഞു, സാന്ദർഭികമായി പറഞ്ഞു, അതാണ് അല്ല ഒന്നുമല്ല. അങ്ങനെ പല നിരീശ്വരവാദികളുണ്ടല്ലോ. ഇവരൊക്കെ എന്താ പറയാറുള്ളത്? എക്സ് മുസ്ലിം എന്താ പറയുക, മദ്രസയിൽ പോയ കാലത്ത് എന്നെ മൂല്യർ പീഡിപ്പിച്ചിട്ടുണ്ട്, നീ മൂല്യർ പീഡിപ്പിച്ചുകൊണ്ട് അല്ലല്ലോ. എന്തോർത്താണ്? മൂല്യർ പീഡിപ്പിച്ചു അതുകൊണ്ട് അല്ലല്ല. എന്തോർത്താണ്? അല്ലല്ലാന്ന് തെളിവാണ്. എന്ത് മൂല്യർ പീഡിപ്പിച്ചു? നവീന അല്ലല്ല. മൂല്യർ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലല്ല. എപ്പം തിരിഞ്ഞു? മൂല്യർ പീഡിപ്പിച്ചല്ലോ. അപ്പം ഞാൻ ഏതായാലും എന്തില്ല, ഈ ലോകത്ത് അല്ലല്ല എന്നുള്ളതിനൊരു തെളിവ് ഈ സെക്കൻഡ് വരെ ഒരു നിരീശ്വരവാദി കാണില്ല. നബി ആയിഷ ബീവിനെ കിട്ടിയില്ലേ? അപ്പം ഞാൻ അല്ലല്ല. അപ്പം പിന്നെ ആയിഷ ബീവിനെ കിട്ടിയതാണ് പ്രശ്നം. അപ്പം പിന്നെ ആരില്ല? ആയിഷ ബീവിനെ കിട്ടിക്കണേ അല്ലല്ല. അപ്പം മനസ്സിലായി, പറഞ്ഞ മനസ്സിലായോ? ഈ ഭൂലോക വിഡ്ഢികളാണ് ഇവര്. അല്ലല്ല എന്നുള്ളതിനൊരു തെളിവ് ഇന്ന് വരെ ഒരു നിരീശ്വരവാദിയുടെ കയ്യിൽ ഇല്ല. പിന്നെ എന്താ നിരീശ്വരവാദിയുടെ പ്രശ്നം? നിരീശ്വരവാദിക്ക് സാലൽ യഖീനു, അയാൾക്ക് യഖീൻ ഉണ്ടായിരുന്നു. ലമ്മ ഉലിദ കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. അവൻ്റെ സാഹചര്യം അവനിൽ ഇളക്കമുണ്ടാക്കി. അപ്പോൾ അവന് എന്ത് നഷ്ടപ്പെട്ടു? യഖീൻ നഷ്ടപ്പെട്ടതാണ്, അല്ലാതെ അപ്പുറത്തെ യഖീൻ ഉണ്ടായതല്ല. യഖീൻ നഷ്ടപ്പെടൽ യഖീനല്ല. ആ യഖീൻ നഷ്ടപ്പെടലിനെ നമ്മൾ എന്ത് പറയണമെന്നേ ഉള്ളൂ? യഖീൻ എന്ന് പറയാൻ. അത് യഖീനല്ല. അല്ലല്ല എന്നുള്ളതിന് ഒരു യഖീനും ഓൻ്റെ കയ്യിലില്ല. ഓന് അല്ല ഉണ്ട് എന്നുള്ളതിനുള്ള യഖീൻ നഷ്ടപ്പെട്ടു പോയതാണ്. എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ഒസ്വാസമുണ്ട്. അതുകൊണ്ട് ഖുർആൻ അവസാനം പറഞ്ഞ വാക്ക് എന്താണ്? നിങ്ങൾ ഒരു പണിയെടുക്കണ്ട, എന്തിന് അവസരം കൊടുക്കരുത്, ഇളക്കൻ അവസരം കൊടുക്കരുതിട്ടാ. അതന്നെ. ഇപ്പം നമ്മളൊരു കല്യാണം പറഞ്ഞ് ഉറപ്പിച്ച് അങ്ങനെ എല്ലാ ഡേറ്റും മറ്റൊക്കെ ഉറപ്പിച്ചാണ്ട് ഇരിക്കുന്ന സമയത്ത് ഫൽ ഫാത്തിഹ എന്ന് പറയണ സമയത്ത് ഏതോ അമ്മോനോ അമ്മോൻ്റെ മകനോ ഒരു വർത്താനിട്ട കാരണം ഉണ്ടാക്ക് വർത്താനമൊക്കെ കഴിഞ്ഞില്ലേ? അൽ ഫാത്തിഹ ഒരു ഫാത്തിഹ വിളിക്ക്. എന്ത് ഇനി അതിലൊരു കോലിട്ടാൽ ഇളകും, ഞാൻ കല്യാണം നടക്കൂല. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? പിന്നെ അതിൽ കൂലിട്ടിളക്കൽ നടക്കൂല. ഒരു വർത്താനം പറഞ്ഞാൽ പൂർത്തിയായ പിന്നെ അതിൽ വർത്താനം ചാൻസ് ഇല്ല, നല്ല നിലക്ക് തീരെയാണ്. വിഡ്ഢിയായ രാജാവ് ഉണ്ടായിരുന്നു, അയാൾക്ക് ബുദ്ധിമാനായ മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങനെ രാജാക്കന്മാരെ സമ്മേളനം വിളിച്ചു. അപ്പം ഇയാൾ വിഡ്ഢിത്തരേ പറയുള്ളൂ. ആര്? രാജാവ്. ഭൂലോകപ്പെട്ടന ഒരു ഫലിതാണ്. അയാൾ വിഡ്ഢിത്തരം മാത്രമേ പറയുള്ളൂ. രാജാക്കന്മാരെ സമ്മേളനത്തിന് ഇയാൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? മന്ത്രി പറഞ്ഞു, ഈ അമുക്കിനെ അങ്ങോട്ട് കൊണ്ടുപോയ മാനം കിട്ടും. ആർക്കറിയാം? പക്ഷെ രാജാവിനെ കൊണ്ടാക്കാൻ ഒരു പറ്റൂല. അപ്പോൾ മന്ത്രി എന്ത് പറഞ്ഞെന്നറിയോ? ഞാൻ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങളെ ഊരൊക്കെ ഒരു കുടുക്കിട്ടിട്ട് ഞാൻ എൻ്റെ കൈ പിടിക്കും, നിങ്ങൾ എണീക്കുമ്പോഴത്തേന് ഞാനവിടെ പിടിക്കും. അപ്പം നിങ്ങൾ പൊങ്ങുമ്പോക്കിന് ഞാനവിടെ നിങ്ങളവിടെ പിടിക്കും. പിന്നെ ഞാൻ വർത്താനം പറഞ്ഞോളാം. ഇയാൾക്ക് ഇടക്കിടക്ക് എണീക്കാൻ തോന്നും. എന്ത് കേട്ടാലും അതിലൊരു വിഡ്ഢിത്തരം വർത്താനം പറയുന്ന രാജാവാണ് ഇത്. അങ്ങനെ രാജാവ് ഉച്ചകൂടി തുടങ്ങി. രാജാക്കന്മാരെ ഉച്ചകൂടി തുടങ്ങുമ്പോഴൊക്കെ ഓരോ വർത്താനം പറയുമ്പോഴും ഇയാൾ ഇങ്ങനെ ചാടും. അപ്പോഴത്തേനൊക്കെ മന്ത്രി പിടിക്കും. പിന്നെ മന്ത്രിയെ വർത്താനം പറയാം. മന്ത്രി വർത്താനം പറഞ്ഞാൽ നല്ല ഹിക്മത്തിൻ്റെ സംസാരം. അപ്പം എല്ലാ ആളുകൾക്കും ഈ രാജ്യത്തിനോട് വലിയ ഇഷ്ടമുണ്ടായ കാര്യം, മന്ത്രി തന്നെ ഇത്ര ബുദ്ധിമാനാണെങ്കിൽ രാജാവ് എത്ര ആയിരിക്കും എന്നാണ് ആലോചിച്ച്. അങ്ങനെ രാജ്യസമ്മേളനം കഴിഞ്ഞു. ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ എത്തിച്ചേരാൻ കാരണം ഈ രാജ്യത്തെ മന്ത്രിയാണ്. അങ്ങനെ രാജാവ് മിണ്ടാതിരിക്കുക ഒന്നും മിണ്ടുന്നില്ല. അതിൽ തീരാൻ നേരത്തെ രാജാവ് ചോദിച്ചു, തീർന്നില്ല ചോദിച്ചു. തീർന്നു പറഞ്ഞു. ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞൂടെ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് ആയിക്കോട്ടെ, നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ ഇതാണ്. അപ്പം രാജാവ് എണീറ്റ് ചോദിച്ചു. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ടാണ് രാജാവ് ചോദിക്കണത്, ഇന്നെപ്പോലെ ഊരൊക്കെ കൊടുക്കുള്ള വേറെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ കഴിഞ്ഞല്ലോ പണി.
മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ അവിടെയാണ്. അതുവരെ പോലെ യക്കീനിലാണ്, ഇതാണ് വലിയ രാജാവ്, വലിയ മാന് എന്ന് പറഞ്ഞതുപോലെ യക്കീനുമ്മൽ ഒരു വർത്താനം പറഞ്ഞാൽ എന്തായി? വസ്വാസായി, പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഒരു കാരണന്മാരിയ്ക്കുന്ന സദസ്സിൽ ചെറുപ്പക്കാരോട് മിണ്ടാൻ സമ്മതിക്കൂല. പഴയ കാലത്തൊക്കെ ഒരു നിശ്ചയത്തിന് പോയാൽ ഒരു 2-3 ആളും പള്ളിക്കലെ മൂലിയർ വർത്താനം പറയും. ഇതാ അടുത്ത 23-ാം തീയതി ഞായറാഴ്ച അസർക്ക് ഒരു പെരുന്നാൾ വരും, അവിടെ നമ്മളെ പള്ളിക്കൽ ജമാഅത്തിനോലെത്തും, അപ്പോൾ നിക്കാഹ് തീരുമാനിച്ചു തന്നെ, ബാക്കി നമുക്ക് അവിടുന്ന് തീരുമാനിക്കാം. അൽ ഫാത്തിഹ. കാരണം എന്തുകൊണ്ട്? വർത്താനം പറയാൻ അവസരം വിട്ടുകൊടുത്താൽ ഒരു ജനറൽ ബോഡി നടക്കുന്ന സമയത്തിൽ ബഹുമാനിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തും. എന്തിനാണ്? അവിടെ പിന്നെ വർത്താനം പറഞ്ഞ സദസ്സ് പൊളി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പം യഖീനുമ്മലാണ് ഹിദായത്ത്. ഇതാണ് ഖുർആൻ്റെ തുടക്കം. അവസാന ഭാഗത്ത് നിങ്ങൾ യഖീൻ ഉണ്ടാക്കണം എന്നല്ല ഖുർആൻ പറഞ്ഞു. യഖീൻ അസിൽ നിനക്കുണ്ടാവും. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഏതൊരു കുട്ടിയും ഈ ഫിത്രത്തിലാണ് ജനിക്കുന്നത്. അൽ ഫിത്രത്തു അൽ ഹിദായത്തു. അപ്പോൾ ഏത് കുട്ടിയും ജനിക്കുമ്പോൾ കുട്ടിക്ക് എന്തുണ്ട്? ഹിദായത്തുണ്ട്. അൽ ഫിത്രത്തു അൽ ഹിദായത്തു അദ്ദീനുൽ ഖാലിസു. ഖാലിസായ ദീനാണ് ഹിദായത്ത്. ആ ഹിദായത്താണ് ഫിത്രത്ത്. അപ്പോൾ ഏത് കുട്ടിയും എന്തുമലാണ് ജനിക്കുന്നത്? ഖാലിസായ ഹിദായത്തുമ്പോൾ ജനിക്കുന്നത്. ഞാൻ എന്താ പ്രശ്നം? പിന്നെ ഇളക്കം തട്ടും. ഈ കോലിട്ടിളക്കണ പോലെ പിന്നാലെ നടന്നാൽ കഴിഞ്ഞു. അതുകൊണ്ട് ഇൽമ് കേൾക്കാൻ ഇരിക്കാൻ പാടില്ല. ഒരു ഇൽമും കേൾക്കണ്ട, വർത്താനേ കേൾക്കണ്ട. ഞാൻ എൻ്റെ ഭാര്യ സദസ്സിലുണ്ട്. കല്യാണം കഴിച്ചപ്പോൾ 1-ാം ദിവസത്തെ ഷർത്താണ് എന്ത്? വേറൊരാളെ പ്രസംഗം കേൾക്കാൻ പാടില്ല. ഒരാളെ പ്രസംഗം കേൾക്കാൻ പാടില്ല. എന്തുണ്ട് എന്നോട് ചോദിക്കുക, വേണമെങ്കിൽ എൻ്റെ ക്ലാസ്സിന് വരിക, അത്ര. വേറെ ഒന്നും ചോദിക്കുക, ഒരാളും കേൾക്കരുത്, ഒന്നും കേൾക്കരുത്, ഒന്നും കേൾക്കാൻ പാടില്ല, ഒന്നും. പിന്നാലെ ഒന്നും പറയണ്ട, എൻ്റെ ആവശ്യമൊന്നുമല്ല. നീ ഒന്നും കേൾക്കാതിരുന്നാൽ തന്നെ നീ നന്നാവും. കാരണം കേട്ടാൽ നിനക്ക് എന്ത് വരും? വസ്വാസ് വരും. അടിസ്ഥാനപരമായി നീ യഖീനില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ വസ്വാസ് ഇല്ലായ്മയാണ് സിദ്ദീഖിന്. അസ്ലെന്താ? യഖീന. ഇനി അത് പൊളിക്കാൻ കഴിയൂല. നേരം വെളുത്തിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല സയ്യിദുനാ സിദ്ദീഖ്. സ്വബീഹത്തുൽ മിഅ്റാജ് കഴിഞ്ഞ പ്രഭാതത്തിൽ മക്കക്കാരെല്ലാം അട്ടഹസിച്ച് ചിരിച്ചു. ഇന്നഹു മജ്നൂൻ, ഇത് ഭ്രാന്തന. യഖൂലു ബിലൈലത്തിൻ ബിലഹ്ലാത്തിൻ മിനൽ ലൈല സാഫറ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ ثم عرج به الى السماء فجاوز الحدود السماوات العلى. കേറി സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞു വന്നൂത്രേ ഒരാൾ. ബിലഹ്ലാത്തിൻ ഖലീലത്തിൻ, കുറഞ്ഞ നേരം കൊണ്ട്. ലാ ശക്ക ഫീ അന്നഹു മജ്നൂൻ, ഇയാൾ ആരാണ്? ഭ്രാന്തനാണ് എന്നോട് ഉറപ്പിച്ചു. ഫർത്തദ്ദ 13 മിൻ ദീനിൽ ഇസ്ലാം. അന്ന് 13 ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവരിൽ ചില ആളുകൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നു. സിദ്ദീഖ് യഖൂൽ സാഹിബുക് അന്നഹു ഉരിജ ബിഹി ഇല സമാ. ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് പിന്നെ ആകാശഗംഗകൾ കയറിയത്രേ നിന്റെ ആള് ഇന്നലെ രാത്രി. അപ്പോൾ പറഞ്ഞു ഖലഹ, അങ്ങനെ പറഞ്ഞോന്ന് ചോദിച്ചു. നോക്കുന്നത് സിദ്ദീഖിന് ആകെ ചോദിക്കണത് എന്താ? ഖലഹ, അങ്ങനെ പറഞ്ഞു. നഅം ഖലഹ ലൗ ഖാലഹ ഇന്നഹു ലസാദിഖുൻ വ ഇന്നഹു ഐഖൻതു ബിഹി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്, ഒരു സംശയമില്ല, നടന്നിരിക്കും. നടക്കാത്തൊരു കാര്യം അവിടുന്ന് പറയില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ ഇവിടെ ഇപ്പോൾ പരീക്ഷണം, ഞാൻ ആ വിഷയത്തിൽ ആയത്തൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. ഇത് എന്നാൽ പിന്നെ ആയത്തിറങ്ങിയിട്ട് നമുക്ക് ഉറപ്പിച്ചാൽ പോരെ? അങ്ങനെ പറഞ്ഞു? ഇല്ല. ഈ കാലഹ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണെന്ന് സിദ്ദീഖ് പറഞ്ഞു. അപ്പം സിദ്ദീഖ് അവലംബിച്ചത് ആരെയാണ്? ഖൗലുർ റസൂലിനെ, റസൂലിനെ. അത് യഖീനാണ് സിദ്ദീഖിന്. സിദ്ദീഖിന് അവിടെ ആയത്ത് നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഒന്നും ഞാൻ അന്വേഷിക്കും. നിങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു? ഇല്ല. അങ്ങനെ പറഞ്ഞോ ആരോടെങ്കിലും? ഇന്നഹു ലസാദിഖുൻ, സത്യം പറയുള്ളൂ, ഉറപ്പായിരിക്കും. എന്നിട്ട് സിദ്ദീഖ് നബിയോട് അടുത്ത് സ്വിഫ്റ്റ്ലി, നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞാൽ പോരെ മതിയോ നബി? നിങ്ങൾ എനിക്കതൊന്ന് കേൾക്കണ്ടേ? ഞാനതിന് ഓടി വന്നതല്ലേ. അപ്പോൾ റസൂൽ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓരോ വാക്കിലും
ഖുൽതൽ ഹഖ ഇന്നഹു, സത്യം തന്നെ നബിയെ, സത്യം തന്നെ നബിയെ എന്ന് പറഞ്ഞു. അന്ന് റസൂലുള്ള ഇട്ട പേരാണ് എന്ത്? സിദ്ദീഖ്. സിദ്ദീഖ് ഖുർആൻ ഓത്തുമ്പോൾ കിട്ടിയ പേരല്ല. സിദ്ദീഖ് എന്ന പേര് നബി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാന സിദ്ദീഖീങ്ങളാണ്. മിനൻ നബിയീന. നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും കൊണ്ട് കിട്ടിയ പേരല്ല. ഖുർആൻ കൂടുതൽ ഓതിയപ്പോൾ കിട്ടിയ പേരല്ല. കൂടുതൽ ഉംറക്ക് പോയപ്പോൾ കിട്ടിയ പേരല്ല. ഹജ്ജ് കബൂലായപ്പോൾ കിട്ടിയ പേരല്ല. തഹജ്ജുദ് നിസ്കരിച്ചപ്പോൾ കിട്ടിയ പേരല്ല. നാട്ടുകാർക്കൊക്കെ ദാനം കൊടുത്തപ്പോൾ കിട്ടിയ പേരല്ല. പിന്നെ എപ്പോൾ കിട്ടിയ പേരാണ്? യഖന ഫി റസൂലിൽ മുസ്തഫ യഖീനൻ സ്വാദിഖ ഫസമ്മാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു. ഫമിൻ ഹുനാ അവിടെ മുതൽ ജദ്ദദല്ലാഹു ഖൗമൻ, ഒരു പുതിയ ജനതയെ ഉണ്ടാക്കും. അവർ തഹ്തൻ നബീന വഹും സിദ്ദീഖൂൻ, അവർ സിദ്ദീഖീങ്ങളാണ്. സിദ്ദീഖീങ്ങൾ ഖുർആൻ ഓതിയ കിട്ടൂല. യഖീൻ കൊണ്ടല്ലാതെ സിദ്ദീഖാൻ കഴിയില്ല. ഒരാൾ വിലായത്തിലാവിൽ എന്തുകൊണ്ടല്ല, ഒരാൾ ഖുർആൻ ഓതിയാൽ അയാൾക്ക് കറാമത്തുണ്ടാവും, വലിയാവില്ല. നല്ല ഉഷാറിലാണെങ്കിൽ വർത്താനം പറയാം. ഇതൊരു വർത്താനം പറഞ്ഞ് ഒരാൾ കൂടുതൽ ഖുർആൻ ഓതിയാൽ അയാൾക്ക് കറാമത്തുണ്ടാകാം. കാരണം ഒരാൾക്ക് അസ്ലിമാനുണ്ട്, നല്ലോണം ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ അയാൾക്കൊരു കറാമത്തുണ്ടാകാം. അയാളൊരു കുട്ടിക്ക് ഊതിയതുകൊണ്ട് എന്താകാം, രോഗം മാറാം. പക്ഷെ ഇയാൾ വലിയാവില്ല. വിലായത്ത് സിദ്ഖുർ റസൂൽ കൊണ്ടല്ലാതെ ഉണ്ടാകുന്നില്ല. അയാൾ അങ്ങോട്ട് ലയിക്കണം. ആരിൽ? റസൂലിൽ. കുട്ടികളെ ഇത് സത്യമാണ്. അതുകൊണ്ടാണ് വഹാബികളിൽ ഒരു വരിയില്ലാത്തത്. നിസ്കാരത്തിന് എത്ര മേലെയാണ് ഒരു യഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു ഇലാ സ്വലാത്തിഹിം. അവസാന കാലഘട്ടത്തിൽ ഒരു ജനത വരും, നിങ്ങളിൽ ഒരാൾ അവരെ നിസ്കാരം കണ്ടാൽ പോലും സ്വന്തം നിസ്കാരം നിസ്സാരമായി നിങ്ങൾക്ക് തോന്നുമെന്ന് സിദ്ദീഖുൽ അക്ബർ അടക്കമുള്ള സ്വഹാബികളോടാണ് നബി പറയുന്നത്. യഹ്ഖിറു അഹദുക്കും, നിങ്ങളിൽ. അപ്പോൾ സ്വഹാബികൾ മുന്നിലിരിക്കുകയാണ്. അപ്പോൾ റസൂൽ പറയാം, നിങ്ങളിൽ ഒരാൾ പോലും നിസ്സാരമായി തോന്നും ഇലാ സ്വലാത്തഹു, അവൻ്റെ സ്വലാത്തിനെ നിസ്സാരപ്പെടുത്തും, ഇലാ സ്വലാത്തിഹിം, അവരെ നിസ്കാരം കണ്ട നിങ്ങളെ നിസ്കാരം നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. സ്വഹാബികളെ, സിദ്ദീഖെ, ഉമറെ, അത്രയും നിസ്കാരക്കാരൻ. അവരെ നോമ്പ് കണ്ടാൽ നിങ്ങളെ നോമ്പ് നിസ്സാരാണെന്ന് നിങ്ങൾക്ക് തോന്നും. അവരെ കൊടുക്കണത് കണ്ടാൽ നിങ്ങളെ കുടുതി ഒന്നുമല്ല നിങ്ങൾക്ക് തോന്നും. പക്ഷേ യഖ്റുജൂന മിനദ്ദീൻ, അവർ ദീനിന് പുറത്തു പോകും. തമാ തഖ്റുജുൽ ശഅറത്തു തമാ തഖ്റുജുൽ, അങ്ങനെയല്ലേ, മുടി എന്തിൽ നിന്ന്, മാവിൽ നിന്ന് പുറത്തു വരുന്നത് പോലെ, അമ്പ് വേട്ടമൃഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നത് പോലെ അവർ ഇസ്ലാം എന്ന് പുറത്തു ചാടും എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മനസ്സിലായോ? ഇവിടെ ഇപ്പം പറഞ്ഞ എന്താ? വലിയ നിസ്കാരം എന്തല്ല, വിലായത്തല്ല. വലിയ നിസ്കാരം കൊണ്ട് ഒരാൾ ദീനിലെത്തൂല. വലിയ നിസ്കാരക്കാരായിരിക്കും അവർ, വലിയ നോമ്പുകാരായിരിക്കും. യഖ്റഊനൽ ഖുർആന, അവർ ഖുർആൻ ഓതും. ഓതുന്ന അങ്ങനെ അവരെ ഓത്തുകണ്ട നിങ്ങളെ ഓത്തിനെ നിങ്ങൾ നിസ്സാരപ്പെടുത്തും. അങ്ങനെ അവർ ഖുർആൻ ഓതും. അപ്പോൾ അവർക്ക് ഈ വ്യക്തിക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ വ്യക്തിക്ക് മന്ത്രിച്ചുതിയ ഫലം ഉണ്ടാകാം, പക്ഷേ വിലായത്ത് ഉണ്ടാവില്ല. വിലായത്ത് ഓത്തുമൽ ഉണ്ടാകാനല്ല, സിദ്ഖുർ റസൂലാണ്, തസ്ദീഖുർ റസൂലാണ്, ഫനാഉർ റസൂലാണ്. അതിൽ മനസ്സിലായ പറഞ്ഞത് മിനൻ നബിയീന വൽ ഖാരിഈന അല്ല, മിനൻ നബിയീന വൽ മുസല്ലീന അല്ല, മിനൻ നബിയീന വസ്സായിമീന അല്ല, മിനൻ നബിയീന വൽ ഹജ്ജീന അല്ല, മിനൻ നബിയീന വൽ മുഅ്തമിരീന അല്ല, മിനൻ നബിയീന വൽ ആലിമീന അല്ല, മിനൻ നബിയീന വസ്ദീഖീനാണ്. അവർ ലയിച്ചതാണ്. ആരിൽ? അതേ സമയത്ത് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, രാവിലെ വന്നിട്ട് സിദ്ദീഖിനോട് പറയാണ്, എൻ്റെ ആളെ ഒരു സഞ്ചിയും കൊണ്ട് അവിടെ കഅബാലയത്തിനെ ചാരി കുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു, ഞാനിത് അർശ് തട്ടിനെ പൊളിക്കാൻ പോയി ഞാൻ ഇന്നലെ രാത്രി. അങ്ങനെ അർശൊക്കെ ഞാൻ പൊളിച്ച് കീസിലാക്കി. അങ്ങനെ അർശിൻ്റെ തട്ട് പൊളിച്ചാണ് കീസിലാക്കിയതാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത്. ഇതിൽ മുഴുവനും അർശിൻ്റെ പൊളിയാണ്. അത് ഞാൻ ഇങ്ങനെ അർശിനെ ഞാനിങ്ങനെ പൊളിച്ച് കീസിലാക്കിയിട്ടാണ് ഇന്നലെ രാത്രി വന്ന് കുത്തിരുന്നത് എന്നാണ് സിദ്ദീഖിനോട് പറഞ്ഞെങ്കിലോ. സിദ്ദീഖ് പറയും, എന്ത് ലോകാലഹ, അങ്ങനെ പറഞ്ഞോ, ഇന്ന ഉലാസ്, അത് സത്യമായിരിക്കും. അവിടെ ഈ അർശ് അത്രയും വലുതല്ലേ, ആകാശത്തിനേക്കാളും വലുതല്ലേ, അത് സഞ്ചി കൊള്ളൂലല്ലോ എന്നൊന്നും ആരാലോചിക്കൂല. അത് യുക്തിയാണ്. യുക്തിയും സത്യം രണ്ടാണ് പൊട്ട. യുക്തിൻ്റെ പിന്നാലെ അണ്ണാജി കവറാവും.
യുക്തിയും സത്യവും രണ്ടാണ്. യുക്തി സത്യത്തോട് കുറഞ്ഞ സ്ഥലത്ത് യോജിക്കുള്ളൂ. നമുക്കൊക്കെ ഉള്ളത് യുക്തിയാണ്. നമ്മുടെ യുക്തിക്ക് യോജിക്കാത്തതിന് നമ്മൾ തള്ളാണ്. അതെന്നെ വഹാബിസം. നമ്മളിപ്പോൾ അങ്ങനെ തന്നെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. തസ്ദീഖ് അതൊന്നുമല്ല. നബിയിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും നേരാണ്, എന്ത് ചെയ്താലും നേരാണ്. നബി മനസ്സിലാവേണ്ട പറഞ്ഞു അത് ഫനാ ആണ്, അത് ഫനാ ആണ്. സിദ്ദീഖ് നബിയിൽ ഫനാ ആണ്. ഉറക്കെ പറ അല്ലേ, അല്ലേ. സിദ്ദീഖിനോട് നബി വന്ന് ആവശ്യപ്പെടുകയാണ്, ആയിഷാനെ എനിക്ക് കെട്ടിച്ച് തരണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട് പറയേ. ഇപ്പം നമ്മളെ കാലത്തപ്പോടെ നബി ജീവിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയസ്സൊന്നും തർക്കിക്കണ്ട. നീ വയസ്സ് എത്രയായാലും വേണ്ടി ഭാര്യ കാര്യത്തിയാന്ന് ഉറപ്പല്ലേ? പറയട ചങ്ങായിമാരെ, ഭാര്യ കാര്യത്തിയാന്ന് ഉറപ്പാണ്. അപ്പം നബി വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ അടുത്ത് വന്നു. എൻ്റെ മകൾക്ക് 18 വയസ്സായി. 18 വയസ്സായി. അവൻ നബി വന്നു. പറഞ്ഞു, ജംഷിയെ, അള്ളാൻ്റെ കൽപ്പന ഉണ്ട്, എൻ്റെ മകളെ ഒരാൾക്കും കൊടുക്കണ്ട, എനിക്ക് കെട്ടിച്ചേരണം എന്ന് പറഞ്ഞാൽ അപ്പച്ചി ചായയും കടിയൊക്കെ കൊടുത്താണ്. അതൊക്കെ നല്ലല്ലേ, അത് നമുക്ക് ആലോചിക്കാലോ, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇജ്ജ് അവിടെ കുളൂസ് ഇറക്കിയിട്ട് നബിനാണ് വിടും. പിന്നെ നബിയാണ് പോയി കഴിഞ്ഞാൽ ഉടനെ ധൃതിയിൽ വാതിലടച്ചിട്ട് എൻ്റെ പെണ്ണുങ്ങളോട് പിന്നെ ഇപ്പം പുതിയ കുളൂസ് ഇറക്കി വന്നിക്കുക, നമ്മളെ കുഞ്ഞാളെ മൂപ്പർക്ക് കെട്ടിച്ചു കൊടുക്കണത്രേ. അപ്പോൾ ഓള് പറയും, അതൊക്കെ ഇപ്പം എന്ത് പീരാന്തം ചെത്താത്തത് കേൾക്കാൻ പറ്റും. മൂപ്പർക്ക് 50 വയസ്സായില്ലേ, 51 വയസ്സായിട്ട്. അപ്പോൾ 10 ചെറിയ കൂട്ടിനൊക്കെ കെട്ടിക്കണം. അതൊക്കെ വളവാണ് കേട്ടാ, അതിന് നിങ്ങൾ കണ്ട. നമുക്ക് ഇനി ഇവിടെ നാളെ നേരം നമുക്ക് നാട് വിട്ടാൽ മതി, അത് നടക്കൂല. അങ്ങനെയല്ലേ പറയേണ്ടത്? സിദ്ദീഖ് റളിയല്ലാഹുവിന് നിധി കിട്ടി. എടാ, ആയിഷാ ബീവിക്ക് 18 വയസ്സായാലും 16 വയസ്സായാലും എന്താണെങ്കിലും നബിക്ക് വയസ്സിൽ അവിടെ തർക്കമില്ലല്ലോ. നബിക്ക് അന്ന് എത്ര വയസ്സ്? 53. എന്തേ 53 വയസ്സായ ഒരു മനുഷ്യൻ ഈ 18 വയസ്സ് നില കുട്ടീനെ കിട്ടിയ അവസ്ഥ എന്തായിരിക്കും? അത് നിധിയാണ്. ആർക്ക്? ഈ വയസ്സായ മനുഷ്യന് ഞേറി വന്നാൽ 10 അല്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ കണക്കാക്കുള്ള ആരോഗ്യമുള്ള നബിക്ക് ഇപ്പോൾ കിട്ടി. ഇതിവിടെ ജീവിതം തുടങ്ങാത്തൊരു കുട്ടീനെ ഇപ്പോൾ പിടിച്ച് കെട്ടിച്ചു കൊടുത്താൽ പിന്നെ പറഞ്ഞൂടെ നബിൻ്റെ അടുത്ത്? പിന്നെ എന്താണ് പറയാ, ഞാനിപ്പോൾ അത് കേസ്തീനും എൻ്റെ ബാപ്പൊക്കെ അത്രയാണ് പിടിച്ചെന്നില്ല നബി. എങ്ങനെ ഇപ്പം നമ്മൾ ബാപ്പാനെ, ഇപ്പം നമ്മൾ ഖുർആനിൽ ഇപ്പം ഇതുവരെ ഇറങ്ങിയ ആയത്തൊന്നും ബാപ്പാനെ തള്ളാം, നബിനെ തന്നെയാണ് കൊടുക്കുക. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. ഉമ്മയും ബാപ്പയും പറഞ്ഞത് കേൾക്കണം എന്നല്ലാണല്ലോ ഇപ്പോൾ നമ്മളെ ഖുർആനിൽ പറഞ്ഞത്. ഞാനിപ്പം എന്താ ചെയ്യുക? ബാപ്പാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു നോക്കും, ബാപ്പാണ്ട് ചാടി എൻ്റെ തലയടുക്കുന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ചൂട്ടിലാണ്. അപ്പം നബി പറയും, പിന്നെ അത്ര പ്രശ്നമാണെങ്കിൽ വേണ്ട സിദ്ദീഖേ, നമുക്ക് വേറെ കുട്ടീനെ നോക്കാം, അങ്ങനെ പറയാലോ. ഇത് പറഞ്ഞേ അങ്ങനെ പറയാലോ. പിന്നെ നബിയും ആളുകളൊക്കെ കൂടുമ്പോൾ സിദ്ദീഖിന് എന്ത് പറയാം, ഇത് ആദ്യം വന്നത് എൻ്റെ അടുത്തേക്കാണ്, പക്ഷെ എൻ്റെ ബാപ്പ സമ്മതിച്ചില്ല, ഈ ഭാഗ്യം എനിക്ക് പോയി, അങ്ങനെയും പറയാലോ. ഒറ്റ കൂട്ടുമ്പോൾ നമ്മൾ കഴിച്ചില്ല എന്ന് വിചാരിച്ചെന്ന് പെണ്ണുങ്ങളോടും പറയാലോ. എന്ത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ? മുനാഫിക്കങ്ങൾ കളിക്കുന്ന കളി നിങ്ങൾക്ക് അറിയില്ലേ പൊട്ടന്മാരെ? ഈ കളിയാണ് മുനാഫിക്ക് ഇന്നും കളിക്കുക. ആയിക്കോട്ടെ പ്രയാസമൊന്നുമില്ലാതെ ആക്കി തരട്ടെ. അവസാനിപ്പിക്കണം ഒറ്റ മിനിറ്റ്. അള്ളാഹു ഷിഫായും ആഫിയത്തും കൊടുക്കട്ടെ നമുക്കും അവർക്കൊക്കെ. അള്ളാഹു ഷിഫായും ആഫിയത്തും നൽകട്ടെ. ഷിഫാവും ആഫിയത്തും 9:30 മണിയായി. ഒറ്റ മിനിറ്റ് അവസാനിപ്പിക്കാം. അപ്പോൾ അവിടെ എന്താ നിങ്ങൾ കേൾക്കി. അപ്പോൾ അവിടെ സിദ്ദീഖിയ്യത്ത് എന്ന് പറഞ്ഞത് ലയിച്ചതാണ്. നബി എന്ത് പറഞ്ഞാലും, നബി വന്ന് പറഞ്ഞത് ഉമ്മുറുമാൻ ആണ് അന്ന് സിദ്ദീഖിൻ്റെ ഭാര്യ. അപ്പം നബി വന്ന് പറഞ്ഞത് സിദ്ദീഖിനോട് പറയുന്നത് എന്താണ്? ഉമ്മുറുമാനെ നാളെ തൊലാക്കെല്ലിയിട്ട് 3 ഹൈല് കഴിഞ്ഞാൽ എനിക്ക് കെട്ടിച്ചേരാൻ വേണ്ടി അള്ളാഹിനെ നിയമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും അള്ളാഹുവേ പഠിച്ചോനെ ആ ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ എന്നാണ് ആര് പറയുക? അതാണ് ഫനാ. ഇതാണ് സിദ്ദീഖിയ്യത്ത്. ഇത് നിസ്കാരം കൊണ്ട് കിട്ടൂല. നിസ്കരിച്ചിട്ട് വലിയ യോഗം വിചാരിക്കാൻ വേണ്ട, കള്ള വലിയായിരിക്കും. നിസ്കരിച്ച് വലിയാവുന്നവരുണ്ട്, നിസ്കരിച്ച് വലിയും. നിസ്കാരം കൊണ്ടല്ലാതെ ആവുന്ന വലിയും നോക്കി. അപ്പോൾ അവർ കൂടുതൽ നിസ്കാരമില്ലാത്ത വലിയനായിരിക്കും.
ഞാൻ നിസ്കാരം നിസ്സാരാക്കി പറയല്ല കേട്ടോ. നിസ്കരിച്ച് ചില ആളുകൾക്ക് പവർ ഉണ്ടാകലുണ്ട്. അങ്ങനത്തെ ആളുകൾ നമ്മുടെ നാട്ടിൽ എനിക്കറിയാം. പക്ഷെ അവർക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ കാണും പോലെ കാണാൻ കഴിയില്ല. 2 ഉദാഹരണവും കേരളത്തിലുണ്ട്, അടുത്ത കാലത്തുണ്ട്. ഞാൻ പറയില്ല, പറഞ്ഞ് ഞങ്ങൾ വസ്വാസിലാവും. അതുകൊണ്ട് പറയാം. 2 തരം ഔലിയാക്കളുണ്ട്. എല്ലാ ഔലിയാക്കും ഒരു ദർജയല്ല. ചില ആളുകൾ ദിക്റും നിസ്കാരം കൊണ്ട് വിലായത്തുണ്ടാവും. ആ ആളുകളെ കള്ളന്മാർക്ക് പറ്റിക്കാൻ കഴിയും. വേറെ തരം ഔലിയാക്കന്മാരുണ്ട്, പറ്റിക്കാനായിട്ടില്ല, അടുത്ത അടിയിടും. വരുന്നവരെ മുഴുവൻ തച്ചാട്ടിയിരുന്ന ഔലിയാക്കന്മാരെ എനിക്കറിയാം. വരുന്നവർക്ക് മുഴുവനും ഇറച്ചിമ്പത്തിന് കൊടുത്തിരുന്ന ഔലിയാക്കന്മാരെ എനിക്കറിയാം. 2 ഔലിയാക്കന്മാരാ, പക്ഷെ പവർ മറ്റൊരുക്കാം. അടിച്ചോട്ടുന്നവർക്ക അവർ ജനങ്ങൾ അടിച്ചാട്ടും. അങ്ങനത്തെ ആളുകൾക്ക് അവരാണ് പവർ ആയിരിക്കും, പവറുള്ളവരായിരിക്കുക. എന്തുകൊണ്ട്? അവർക്ക് ഈ ദിക്ർ ചൊല്ലിയിട്ട് കിട്ടിയതല്ല. ദിക്ർ സംഭവമല്ല, കർമ്മാണതൊക്കെ. തസ്ദീഖാണ് അടിസ്ഥാനം. തസ്ദീഖ് എന്ന് പറഞ്ഞാൽ രാവും പകലും മദീന പള്ളിയിൽ ദിക്ർ ചൊല്ലിയതുകൊണ്ട് വലിയായ കുത്തുബായ ആളാണോ അബൂബക്കർ? അല്ല, ഫനാ ആണ്. ആ ലയിച്ചു. ആരിൽ? ഫി റിളാ റസൂലില്ല, റസൂലുള്ളാഹിന്റെ തൃപ്തി ലയിച്ചു. അപ്പോൾ നബിയെ മുന്തിക്കുക എന്നതാണ് ദജ്ജാലിസത്തിൻ്റെ സമരത്തിൻ്റെ ഒരു ഭാഗം. ഒരു ക്ലാസ്സും കൂടി ഈ വിഷയത്തിലുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ക്ലാസ്സും കൂടി ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. അപ്പം ബിദ്അത്തിനെ ഖൽബ് ഇറക്കി നിർത്തന്നെ വേണം. കണ്ടതൊക്കെ കേട്ടതൊക്കെ കണ്ട പ്രസംഗങ്ങൾ മുഴുവൻ കേൾക്കാൻ നടക്കരുത്. അത് ദജ്ജാലിസത്തിലേക്കുള്ള വഴിയാണ്. അതിൽ ഇളക്കം സംഭവിക്കും, ഉറപ്പ്. ചില നിഅമത്തുകൾ നിഖ്മത്തായി മാറും. ഉദാഹരണം പറയാം. എൻ്റെ മകളെ ഇക്കാലം വരെ കെട്ടാൻ ആരും വന്നില്ല. അങ്ങനെ പുതിയാപ്പിള വന്നു. ആ പുതിയാപ്പിളക്ക് മകളെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാര്യമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കിടില്ല. അതേ ദിവസം പിറ്റേ ദിവസം വേറൊരു പുതിയാപ്പിള വന്നു. നോക്കുമ്പോൾ ഇതിനേക്കാൾ ഉഷാറ്. ഞാൻ കൺഫ്യൂഷനിലായി. ഇത് നിഅമത്തോ നിഖ്മത്തോ? ഇത് നിഖ്മത്താണ്, ഇത് ശിക്ഷയാണ്, ഇത് കുരുത്തക്കേടാണ്. തിരിഞ്ഞില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി. ഒക്കെ കഴിഞ്ഞ് ഇനി കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അന്വേഷിച്ച ഒരാൾ വന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്താ വർത്താനം? ഇപ്പം ഇജ്ജ് കുടുങ്ങും എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. കുടുങ്ങി അവിടെ ഇജ്ജ് കുടുങ്ങി. എനിക്കവിടെ തീരുമാനം എടുക്കാൻ നിനക്കവിടെ കഴിയൂല. വസ്വാസിലായി. അത് വളരെ ശ്രദ്ധിക്കണം. കണ്ണീറുള്ള കുടുംബങ്ങളിൽ അങ്ങനെ സംഭവിക്കലുണ്ട്. കണ്ണീർ വളരെ പ്രശ്നമുള്ള വിഷയമാണ്. കണ്ണീറുള്ള കുടുംബത്തിൽ നിഅമത്ത് തറാക്കുമായി വരും. ഒരു നിഅമത്തിന് മേലെ മറ്റേ നിഅമത്ത് വരും. സൗദിയിലേക്ക് വിസ വന്ന അന്ന് തന്നെ ഖത്തറിന്ന് വിളിച്ചു. 20 കൊല്ലമായിട്ട് ആരും വിളിച്ചിടാനല്ല. സൗദിയിൽ നിന്ന് വിളി, അപ്പം തന്നെ ഖത്തറിന്നും വിളി. അപ്പോൾ കുവൈത്തിൽ നിന്നുണ്ട് അളിയാൻ വിളിക്കണ്, ജിങ്ങോട്ട് പോയ അളിയാൻ. അമക്കളെ ഞങ്ങൾ തച്ചെടുന്നാ പറയണ്ട്. കാരണം ഇപ്പം എന്തിനാ ഇറങ്ങിക്കണത്? പറ, എന്തിന്? വസ്വാസിന്. ഒരേ സമയത്ത് എങ്ങനെ മറുപടി കൊടുക്കുക? എന്താണ് തീരുമാനിക്കുക? ഉറപ്പിച്ചോളി, അത് സിഹറാണ് അല്ലെങ്കിൽ കണ്ണേറാണ്. നിങ്ങൾ പറയും, ചില ആളുകൾ പറയും, ഉസ്താദേ അൽഹംദുലില്ലാ ഞാൻ ആ സൗദി വിസ അന്വേഷിച്ച് വന്നപ്പോണ്ട് നമുക്ക് അല്ലാഹു നല്ലൊരു കാലം, നല്ല കാലം എങ്ങായി. ഇതെന്താ? ഇത് പക്ക സിഹറായിരിക്കും. ഇത് പക്ക സിഹറ. ഈ 2ാമത്തെ വിളി വരുത്തിയത് ആരായിരിക്കും? ശൈത്താനാ. അല്ലെങ്കിൽ 1ാമത്തെ വിളി ശൈത്താനാ. അവിടെ കുടുങ്ങും. അവിടെ ഹബീറായ ഒരാളെടുത്ത് പോയിട്ട് അല്ലാതെ തീരുമാനിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് നിഅമത്തുകൾ തറാക്കുമായി വന്നാൽ നിങ്ങൾ തീരുമാനം എടുക്കരുത്. വേഗം നിപുണനായ ഒരാളെടുത്ത് പോയി ഇങ്ങനെയും വന്നിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാതെ തീരുമാനം എടുത്താൽ പൊളിയും. നീ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. അപ്പം ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തറിയോ? അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യഖീനാണ്. ആരിൽ യഖീനാവുക? റസൂലിൽ യഖീനാവുക. പുണ്യം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാതെ ഇരിക്കുക. എന്താണെങ്കിലും വേണ്ട, പോണ്ട, പോകേ വേണ്ട. അപ്പം ഈ ഫനാ, റസൂലുള്ളാഹിൽ ഫനാ, പുണ്യ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ ഹബീബിലുള്ള ഫനാ ആണ് ദജ്ജാലിസത്തിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി. അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയും ചെയ്യരുത്. ഒരാൾക്കൊരു ഉസ്താദിനെ കിട്ടിയാൽ അതൊരു നിഅമത്താണ്. ഉസ്താദിനുണ്ടാവും. ഉസ്താദ് ഞാൻ ചോദിക്കാത്തൊരു കാര്യം പറയില്ല. ഒരു 2 എടുത്ത് വെക്കണമെങ്കിൽ ചോദിക്കും. ഒരടി എടുത്ത് വെക്കണമെങ്കിൽ ചോദിക്കും, അല്ലാതെ പറയില്ല. പറയുന്നില്ല. എൻ്റെ 3 പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു, എൻ്റെ അപ്പുറത്തുള്ള ആളുകൾ ആയിക്കോട്ടെ എന്ന് പറയാതെ ചെയ്യൂല.
അതിൻ്റെ അപ്പുറത്തേക്ക് പറയാതെ ചെയ്യൂല, മിണ്ടൂല, അടങ്ങനെ ഇരിക്കും. എന്തെന്നാലും വേണ്ടില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല. എന്തുകൊണ്ട്? അവിടെ നമ്മളവർ പരീക്ഷണം വരും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാതെയാവും. നിങ്ങൾക്ക് ഒരു യഖീൻ ഉണ്ടാക്കാൻ എനിക്ക് കഴിയും, എനിക്ക് യഖീൻ ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയില്ല. എൻ്റെ അപ്പുറത്ത് ഞാൻ അവലംബിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അങ്ങനെ ഈ ഒരു യഖീൻ ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇതാണ് ഹക്കായ ഒരു മാർഗം. ആ മാർഗം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഹിദായത്ത് എനിക്ക് കഷ്ടപ്പെടൂല. അപ്പോൾ എന്താ ഇന്നത്തെ പാഠം? കണ്ടതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നത് ദജ്ജാലിസത്തിൻ്റെ രീതിയാണ്. അത് ആധുനിക മുസ്ലിമീങ്ങൾക്ക് അകപ്പെട്ടു പോയതാ. ഇന്ന് ഒരാൾക്കും യഖീനില്ല. കാരണം ഹാക്കിം നമ്മളാണ് വിധി കൽപ്പിക്കുന്നത്. അത് മുസ്ലിങ്ങൾക്ക് പേച്ചു പോയതാ. ഇത് ഇബ്ലീസിൻ്റെ ഒരു ഭാഗമാണ്, ഇത് ദജ്ജാലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒറ്റ ക്ലാസ്സും കൂടി ഈ വിഷയത്തിലുണ്ടാവും. ഇത് കുറഞ്ഞ സമയം പറഞ്ഞതാണ്, അടുത്തൊരു ക്ലാസ്സും കൂടി ഉണ്ടാവും. ചില ഏരിയകൾ ഞാൻ ഖുർആനിൽ നിന്ന് കാണിച്ചു തരാം. അള്ളാഹു മുന്തിച്ചതും നബിയെ സിദ്ദീഖ് മുന്തിച്ചതും പറ നബിയെ ആയത്ത് നോക്കിയിട്ടെന്നല്ല. ആര്? സിദ്ദീഖ്. മിഅ്റാജാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. എന്ത്? മിഅ്റാജുർ റസൂൽ. അതിന് ആയത്തിൻ്റെ അർത്ഥം നോക്കിയിട്ടില്ല. ആര്? സിദ്ദീഖ്. എത്രയേ ഉള്ളൂ? ഇൻ ഖാലഹ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നഹു ലസാദിഖുൻ, സത്യമായിരിക്കും. ഈ വിഷയത്തിൽ ആയത്ത് നോക്കാലോ, ആയത്ത് വരുമല്ലോ, നിങ്ങൾ ഉണ്ടാക്കി നമുക്ക് ആയത്ത് വരുമ്പോൾ നോക്കാം എന്ന് ഒരാൾ പറഞ്ഞാൽ ഇറങ്ങി പോടാന്ന ആര് പറയാം? സിദ്ദീഖ് പറയാം, ചിരിച്ച് റസൂലുള്ള പറഞ്ഞിട്ട് പിന്നെ ആയത്ത് വരാൻ കാത്തിക്ക് പുറത്ത്. ഇതന്നെ നമുക്കും വേണ്ടത്. നമുക്ക് ആയത്തിൻ്റെ അർത്ഥം കേൾക്കണ്ട്. കണ്ണിയത്ത് അങ്ങനെ പറഞ്ഞു എന്നാണ് മനസ്സിലായി. കണ്ണിയത്ത് അങ്ങനെ പറഞ്ഞിനോ? എന്നാൽ തന്നെ നമുക്ക് എന്ത് അങ്ങനെ തന്നെയല്ലേ പറയടൂ. പൂക്കത്തങ്ങൾ അങ്ങനെ പറഞ്ഞിനോ? പാഫക്കത്തങ്ങൾ അങ്ങനെ പറഞ്ഞിനോ? എന്നെ എന്നാൽ തന്നെ ഒക്കെ അത്രയും വലിയ ആളുകളാണ്. ആയത്തിൻ്റെ അർത്ഥത്തെ എന്നെ തെറ്റിപ്പിക്കാം. ബാഫക്കിൻ്റെ വാക്കിൽ തെറ്റിക്കാൻ പറ്റൂല, കണ്ണിയത്തിൻ്റെ വാക്കിൽ തെറ്റിക്കാൻ പറ്റൂല. കണ്ണിയത്തങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എന്നാൽ അതന്നെ എൻ്റെ ദീന്. ആയത്തിൻ്റെ അർത്ഥം എതിരായി കണ്ടാലും കണ്ണി തുറന്ന ദീന്. എന്തുകൊണ്ട്? ആയത്തിൻ്റെ അർത്ഥം വേറൊരാൾ തെറ്റിപ്പിച്ചതായിരിക്കും. കണ്ണിയത്തിനെ തെറ്റിപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല. മിനല്ലദീന സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അതിനെതിരായതൊക്കെ ദജ്ജാലിസ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. തെൽബീനെ കൊണ്ടുവരാനായോ? എത്തിയോ? അവിടുന്ന് കൊടുക്കേണ്ടത്? ഓക്കെ തെൽബീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ്റെയൊക്കെ ഏർപ്പാടിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ഏർപ്പാടിൽ ബറക്കത്ത് ചെയ്യട്ടെ. വലിയ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം തെൽബീന. അവൻ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അള്ളാഹു തആല ഖൈറും റഹ്മത്തും ബറക്കത്തും എല്ലാ ഇസ്സത്തും സലാമത്തും അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ.